പിതാക്കള് മക്കളെ വളർത്തു, ഉമ്മ വളർത്തിയ മോളല്ല, വാപ്പ വളർത്തിയ മകളാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് അലിയാര് തങ്ങളുടെ കൂടെ മണിയറക്കകത്തേക്ക് കടന്നു പോവുകയാണ്. രണ്ടുപേരും കൂടെ മണിയറക്കകത്തേക്ക് കടന്നു ചെന്നു. അള്ളാഹുവേ, അലിയാര് തങ്ങള് വല്ലാത്ത സന്തോഷത്തിലാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളെ ഭാര്യയായിട്ട് കിട്ടിയല്ലോ. അലിയാര് തങ്ങള് ഫാത്തിമ ബീവി മണിയറക്കകത്ത് കയറി. അവരുടെ രാത്രിയാണല്ലോ. അലിയാര് തങ്ങൾ വീടടച്ചു, വീടിന്റെ വാതിലടച്ചു. എന്നിട്ട് വീടിന്റെ അകത്തിരിക്കുന്ന വിളക്കങ്ങ് അണച്ചപ്പോ സുബ്ഹാനല്ലാഹ്, മണിയറക്കകത്തൊരു തേങ്ങല് കേൾക്കുകയാ. വസമിഅനാ സൗതൻ ഹനീനാ, മണിയറക്കകത്തൊരു തേങ്ങല് കേൾക്കുകയാണ്. വല്ലാത്തവര് കരച്ചില് കേൾക്കുകയാണ്. അലിയാര് തങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോ പുതുമണവാട്ടിയിരുന്ന് കരയുകയാ. ഫാത്തിമ ബീവി ഇരുന്ന് കരയുകയാ. അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളോട് അലിയാര് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ എന്തിനാ കരയുന്നത്? ഞാൻ പാപപ്പെട്ടവനായത് കൊണ്ടാണോ? എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ? നിന്നെ കെട്ടാൻ ഒരുപാട് പണക്കാര് വന്നല്ലോ, ഒരുപാട് വലിയ വലിയ സ്വഹാബത്ത് വന്നല്ലോ. ഈ പാവപ്പെട്ടവനെ ഇഷ്ടമല്ലേ ഫാത്തിമ? അലിയാര് തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അലിയേ, നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ. പിന്നെ എന്തിനാ നീ കരയുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകം വളർത്തിയ പൊന്നുമോള് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? ഈ മണിയറക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കുണ്ടല്ലോ, ഈ റൂമിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കുണ്ടല്ലോ, ആ വിളക്ക് പെട്ടെന്ന് അണച്ചപ്പോ ഈ റൂമിന്റെ അകത്ത് വല്ലാത്ത ഇരുട്ട് വന്നല്ലോ. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയോ? എന്നെ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എല്ലാവരും കൂടെ 6 അടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ച് പലകയുമെടുത്ത് നിരത്തി മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും എന്നെ ഒറ്റക്കിട്ടിട്ട് പോകുമ്പോ അതിനകത്ത് ഇതിനെക്കാളും ഇരുട്ടല്ലേ അലിയേ? അതിനകത്ത് ഞാൻ ഒറ്റയ്ക്കല്ലേ അലിയേ? മണിയറക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകം വളർത്തിയ പൊന്നുമോൾക്ക് കബറാ ഓർമ്മ വന്നത്. പള്ളിപ്പറമ്പിലെ 6 അടി മണ്ണാണ് ഓർമ്മ വന്നത്. മണിയറക്കകത്തിരുന്ന് കരയുമ്പോ അലിയാര് തങ്ങള് ചോദിച്ചു, ഫാത്തിമ, ഇന്ന് നമ്മുടെ ആദിരാത്രിയല്ലേ, ഈ മണിയറക്കകത്തിരുന്ന് കരയുകയാണോ? ഇത് മണിയറയല്ലേ ഫാത്തിമ? പുതുമണവാട്ടി പറഞ്ഞു, അല്ല അലിയേ, ഇവിടെയല്ല മണിയറ. വിവാഹത്തിന്റെ 1ാമത്തെ രാത്രിയല്ല മണിയറ ഒരുക്കേണ്ടത്. മണിയറ ഒരുക്കേണ്ടത് എവിടെയെന്നറിയുമോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പള്ളിപ്പറമ്പിലെ കബറിലാടാ മണിയറ ഒരുക്കേണ്ടത്. അവിടെയാണ് മോനെ, അത് ഏകാന്തതയുടെ വീടാണ്. പടച്ചവനെ, വിവാഹം കഴിഞ്ഞ് മണിയറയ്ക്കകത്ത് കയറി വന്ന ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു കൊടുത്തത് ഖബറിനെ കുറിച്ച്, ഖബറിന്റെ ഏകാന്തതയെ കുറിച്ച്, ഖബറിന്റെ ഞെരുക്കത്തെ കുറിച്ച്, ഖബറിന്റെ ഇരുളിനെ കുറിച്ച്, ഖബറിന്റെ അകത്തെ പാമ്പുകളെ കുറിച്ച് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാ. അലിയാര് തങ്ങളുടെ കണ്ണ് നിറയുകയാ. അലിയാര് തങ്ങളുടെ കണ്ണ് നിറയുകയാ. അലിയാര് തങ്ങളോട് പറഞ്ഞു, ഫാത്തിമ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് അലിയാര് തങ്ങളോട് പറയുകയാണ്, മണിയറ ഒരുക്കേണ്ടത് പള്ളിപ്പറമ്പിലാണ്. 6 അടി മണ്ണിന്റെ അകത്ത് കിടക്കുമ്പോഴാണ് മലക്കുകൾ പറയുന്നത്, ലംകനൗമത്തിൽ അറൂസ്, പുതിയ ആപ്പള കിടക്കുന്നത് പോലെ, പള കിടക്കുന്നത് പോലെ ഈ പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് കിടന്നുറങ്ങടാ. എന്നും മലക്കുകൾ പോലും പറയുന്നത് കബറിന്റെ അകത്താ. അതുകൊണ്ട് അലിയേ, ഇന്നത്തെ രാത്രി നമുക്ക് മണിയറ, നമ്മുടെ മണ്ണറ മണിയറയാക്കാൻ നമുക്ക് മാറ്റിവെക്കാം. നമുക്ക് നമസ്കരിക്കാം, നമുക്ക് ഖുർആൻ ഓതാം, നമുക്ക് തൗബ ചെയ്യാം. വിവാഹത്തിന്റെ 1ാമത്തെ രാത്രി പുതിയ പളയെ കൊണ്ട് നമസ്കരിപ്പിച്ചവളാ ഫാത്തിമ.